നമ്മൾ അതായത് 2018 essay ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതാണ്. അപ്പോൾ essay ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. ഫീച്ചേഴ്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. അപ്പോൾ ഇന്ത്യൻ ടാക്സിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്താണ്, സവിശേഷതകൾ എന്തൊക്കെയാണ് എൻ്റെ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫക്റ്റുകളാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിനുള്ളത്. ഇതാണ് 2018 essay ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ നിങ്ങളോട് കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡെറ്റ് പറഞ്ഞു. ആ പേപ്പറിൽ തന്നെ വന്ന വേറെ essay ആയിരുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡെറ്റ് ആൻഡ് കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ് എന്നുള്ളത്. അപ്പോൾ അത് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ കോസസ് ഓഫ് പബ്ലിക് ഡെറ്റ് പറഞ്ഞത് കൊണ്ടാണ് ഇന്നലെ അത് പറയാണ്ട് പോയത്. അതുകൊണ്ടാണ് കമ്പാരിസൺ ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഡെറ്റ് പറഞ്ഞത്. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച വേറെ ഒന്നാണ്, വാട്ട് അബൌട്ട് ദ ഫീച്ചേഴ്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സവിശേഷതകൾ. വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം? ഏകദേശം 10ഓളം ഫീച്ചേഴ്സ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ്, സയന്റിഫിക് ഡിവിഷൻ ഓഫ് ടാക്സ് പവേഴ്സ്. സെക്കൻഡ്, multiplicity of tax structure. Then larger share of indirect tax. Then insufficient tax revenue. Next, greater importance to state government in federal setup. Then incidence of taxation. Next, progressive in tax structure. Next, narrow base. Next point, complexity of Indian tax laws. And last is the integration between central and state revenue. These are the main important features or characteristics of Indian tax structure or Indian tax system. ഇതാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിന്റെ പ്രധാന സവിശേഷത. ഒന്നാമത്തെ, സയന്റിഫിക് ഡിവിഷൻ ഓഫ് ടാക്സ് പവേഴ്സ്. സയന്റിഫിക് ഡിവിഷൻ ഓഫ് ടാക്സ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഫെഡറൽ സെറ്റപ്പിൽ നമുക്കറിയാം 3 ഡിവിഷൻ ഇസ് ദർ: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ദെൻ കൺകറന്റ് ലിസ്റ്റ്. ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താ പറയുക, സയന്റിഫിക് ഡിവിഷൻ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റിയിലുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. മൂന്നാമത്തെ, കൺകറന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് ചുമത്തുന്നതും എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് അതിൽ അവർക്ക് അവകാശപ്പെട്ടത്. അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇത് വിളിക്കുക യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഈ ഡിവിഷൻ ഓഫ് ടാക്സ് പവേഴ്സ് ആണ് നമ്മൾ എന്തുകൊണ്ട് വെച്ചിരിക്കുന്നത്, സയന്റിഫിക് ഡിവിഷൻ. ഡിവിഷൻസ് ലൈക്ക് യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അപ്പം ഒന്ന് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിലുള്ളവ, രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിലുള്ളവ, മൂന്നാമത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതിന്റെ രണ്ടു കൂട്ടരുടെയും ഉത്തരവാദിത്തത്തിൽ വരുന്നത്. ഇത്തരത്തിൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് യൂണിയൻ, സെൻട്രൽ ആൻഡ് യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ദാറ്റ് ഇസ് നോൺ ആസ് scientific division of tax powers. That's the first important feature. And second is that multiplicity of tax structure. രണ്ടാമത്തെ, multiplicity of tax structure. Multiple means various kinds. പല രീതിയിലുള്ള ടാക്സ് സ്ട്രക്ചർ. അപ്പം സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ചില ടാക്സുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സുകൾ, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. There are so many tax structures existed in our economy. So that's the another important characteristic. Multiplicity means various kinds of tax. The taxes which are collected and imposed by the central government. Certain taxes which are collected and imposed by the state government. Then here there is a classification like direct and indirect tax. Such a structure is known as multiplicity. പല രീതിയിലുള്ള നികുതി ഘടനകളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ ടാക്സ് സ്ട്രക്ചർ മറ്റവരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. And third is that larger share of indirect taxes. ഇനി ഇന്ത്യയിൽ കാണുന്ന മറ്റൊരു സവിശേഷതയാണ് ഡോമിനൻസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് കമ്പയർഡ് ടു ദ ഡയറക്റ്റ് ടാക്സ്. നമ്മൾ പറയുകയാണെങ്കിൽ 1950-51 50കളില് നമ്മൾ നോക്കിയോ 63% ടാക്സ് ദാറ്റ് ഇസ് കളക്റ്റഡ് ഫ്രം ഇൻഡയറക്റ്റ് ടാക്സ്. ഇത് 2001-2 ആയപ്പോൾ 77% ആയി. 2001-2 ഇത് 77%. From this we conclude that here there is a dominance of indirect tax compared to the direct tax. ഇന്ത്യയുടെ പ്രത്യേകത ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കൂടുതൽ ഡയറക്റ്റ് ടാക്സിനേക്കാൾ. പ്രത്യേകിച്ച് കമോഡിറ്റി ടാക്സുകളായ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, ഇതിന്റെ ഒരു കൂടുതലായി ഡോമിനൻസ് ആണ് ഇന്ത്യയിൽ കാണുന്നത്.
ഇതാണ് ഇന്ത്യൻ ടാക്സ് സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഹിയർ ദെയർ ഈസ് എ ലാർജർ ഷെയർ ഓഫ് ഇൻഡയറക്ട് ടാക്സ്. 50-51 63% ടാക്സ് നമുക്ക് കിട്ടിയിരുന്നത് ഇൻഡയറക്ട് ടാക്സിനാണ്. ഇത് 2000 ആണ്ടായപ്പോൾ 2001-2 ആയപ്പോൾ ഇത് 77% എവിടെ നിന്നായി ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ബാക്കി 23% ഇൻകം മാത്രമേ എവിടെ നിന്ന് കിട്ടുന്നുള്ളൂ, ഡയറക്ട് ടാക്സ് കിട്ടുന്നു. ഇതാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത. And next is that insufficient tax revenue. ഇനി ഈ ടാക്സ് റവന്യൂ പലപ്പോഴും ഇൻസഫിഷ്യന്റ് ആണ്, ഇനാഡിക്വേറ്റ് ആണ്. ഇപ്പൊ ഇന്ത്യയിലെ അതായത് ടാക്സ് GDP റേഷ്യോ, അതായത് ടാക്സ് GDP റേഷ്യോ 2005-6 എടുത്തപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 8 to 9% ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഡെവലപ്ഡ് കൺട്രീസ് ആയ ഫ്രാൻസ്, UK, USA എടുത്തപ്പോൾ അവരുടെ 20 to 30% ആണ് ടാക്സിന്റെ ഷെയർ ടു GDP. ദേശീയ വരുമാനത്തിന്റെ ഷെയർ അവർ നോക്കിയപ്പോൾ 20 തുടങ്ങി 30% വരുന്നു. എന്നാൽ ഇന്ത്യ ഷെയർ ഫ്രം ദാറ്റ് ഈസ് ദ ടാക്സ് to GDP, this was 8 to, that is in the case of 8 to 9%. നമ്മുടെ ഷെയർ 8-9% GDP-യിലോട്ട് വരുന്നത്. എന്നാൽ വികസിത രാജ്യങ്ങളുടെ ഷെയർ 20-30% ഇടയ്ക്കാണ്. ഇതാണ് മറ്റൊരു പ്രധാന, അതായത് ഇന്ത്യയുടെ ടാക്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത. And next point is the greater importance to state government in federal system, or here there is a federal fiscal system. ഇനി greater importance to state government in federal setup or federal fiscal system. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എവിടെ, ഫിസിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറൽ ഫിസിക്കൽ സിസ്റ്റത്തിന്. കാരണം ബിക്കോസ് ഓഫ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ്, അതായത് അല്ലെങ്കിൽ ഗ്രോയിങ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, ടു മച്ച് എംഫസൈസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പയർ ടു ദ സെൻട്രൽ ഗവൺമെന്റ്. അതായത് ഫെഡറൽ ഫിസിക്കൽ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഫെഡറൽ സെറ്റപ്പിലെ ഗ്രോയിങ് റെസ്പോൺസിബിലിറ്റി കിട്ടുന്നത് ആർക്കാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ടാക്സ് സ്ട്രക്ചറിന്റെ മറ്റൊരു പ്രത്യേകത. And next is the incidence of taxation. ടാക്സിന്റെ ഇൻസിഡൻസ്, അത് നിങ്ങൾക്കറിയാം എന്താണ് ഇമ്പാക്റ്റും ഇൻസിഡൻസും. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മണി ബേർഡൻ, ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മണി ബേർഡൻ. ഇൻസിഡൻസ് നമ്മൾ നോക്കുമ്പോൾ urban incidence greater than rural incidence. Incidence of taxation in urban area higher compared to the rural area. അതായത് പട്ടണങ്ങളിലെ ഇൻസിഡൻസ് ആണ് ഏതിനേക്കാൾ കൂടുതൽ, ഗ്രാമങ്ങളിലെ ഇൻസിഡൻസിനേക്കാൾ കൂടുതൽ. കാരണം ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന അഗ്രികൾച്ചർ, അത് അവരുടെ പ്രധാന റോൾ അല്ലെങ്കിൽ പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം വളരെ കുറവാണ്. കാരണം അവിടെ ഭൂരിഭാഗം പേരും പാവപ്പെട്ട പൂവർ കർഷകരാണ്. ഇതുകൊണ്ടാണ് due to the poor farmers income from agriculture it was very low. So here there is a incidence of taxation is high in urban area compared to the rural area. Urban sector പ്രത്യേകത majority people are engaged in business and service sector. ബിസിനസ് മേഖലകളിലും അതുപോലെ തന്നെ സർവീസ് സെക്ടറായ അതായത് ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെയാണ് കൂടുതൽ പേരും എൻഗേജ് ചെയ്യുന്നത്. ഇതുകൊണ്ട് പട്ടണങ്ങളിലുള്ള ടാക്സിന്റെ ഇൻസിഡൻസ് ആണ് ഗ്രാമവാസികളെക്കാൾ കൂടുതൽ എന്നുള്ളതാണ് ഇന്ത്യൻ ടാക്സിന്റെ മറ്റൊരു പ്രത്യേകത. And next is that progressiveness in tax structure. ഇന്ത്യൻ ടാക്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രോഗ്രസീവ്നെസ്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സിന്റെ റേറ്റ് കൂടുക. ആസ് ഇൻകം ഇൻക്രീസസ് ടാക്സ് റേറ്റ് ഓൾസോ ഇൻക്രീസസ്. So that is the another important possibility. Here there is a progressive in tax structure. അപ്പോൾ പ്രോഗ്രസീവ് ആയതുകൊണ്ട് ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റ് കൂടുന്നത് കൊണ്ട് പ്രധാനമായിട്ടും റിച്ചർ സെക്ഷനിൽ നിന്നാണ് കൂടുതൽ ഇൻകം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇൻകം ടാക്സ്, കാരണം വരുമാനം കൂടുമ്പോൾ ടാക്സിന്റെ റേറ്റ് കൂടുന്നു. ഇതുകൊണ്ട് മെയിൻലി അത് എഫക്ട് ഓൺ ദ റിച്ചർ സെക്ഷൻ. ഇതാണ് മറ്റൊരു പ്രത്യേകത. And next is the narrow base. ഇനി ഇന്ത്യയിൽ കാണുന്ന മറ്റൊന്നാണ് നാരോ ബേസ് ആയിട്ട്, അതായത് ഡയറക്ട് ടാക്സും അതുപോലത്തെ ഇൻഡയറക്ട് ടാക്സും ബേസ് പലപ്പോഴും വൈഡൻ ചെയ്യാതെ നാരോ ബേസിലാക്കി വയ്ക്കുക. ബേസ് മീൻസ് ഇൻകം, അതായത് ഡയറക്ട് ടാക്സിന്റെയും ഇൻഡയറക്ട് ടാക്സിന്റെയും ബേസ് ഓർ ഇൻകം ദിസ് ഇസ് എന്താണ് ടു മച്ച് നാരോ കമ്പയർഡ് ടു ദ അതർ ഇക്കോണമി.
And next, the complexity of Indian tax laws. ഇന്ത്യയുടെ ടാക്സ് ലോസ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ ടാക്സ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ റിജിഡാണ്, മാത്രമല്ല കോംപ്ലക്സ് ആണ്. കാരണം എന്തുകൊണ്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സങ്കീർണം നിറഞ്ഞത്. കാരണം നമ്മൾ മുന്നേ പറഞ്ഞു മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റമാണ്, അതായത് പല രീതിയിലുള്ള ടാക്സുകൾ ഇന്ത്യയിലുണ്ട്. മാത്രമല്ല ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ടാക്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ്, ലോക്കൽ ഗവൺമെൻറ് ടാക്സ്, ഇങ്ങനെ പല ടാക്സുകളുണ്ട്. സോ ദിസ് complexity in the tax law, that is the another important features of Indian tax system. And last is that integration between center and state revenue. പലപ്പോഴും here there is a coordination or integration between സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റവന്യൂ. അതായത് കേന്ദ്ര സർക്കാർ വാങ്ങിക്കുന്നു, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്താണ് നമുക്കറിയാം, സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു, ഇനി അതിൽ നിന്ന് നമ്മൾ ആർക്ക് കൊടുക്കുന്നു, കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു. ഇങ്ങനെ അപ്പം ചില റെസ്പോൺസിബിലിറ്റി ഫംഗ്ഷൻസും സെൻട്രൽ ഗവൺമെന്റ്, ചില ഫംഗ്ഷൻസ് റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇവർക്ക് തമ്മിൽ എന്താണ് വരുമാന വിഹിതം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് കൊടുക്കുന്നു, ചില വരുമാനം സംസ്ഥാന സർക്കാരാണ് അത് കളക്ട് ചെയ്യുന്നതും അവർക്ക് അനുഭവിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രോപ്പർ കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് റവന്യൂ, ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓർ ഫീച്ചേഴ്സ്. These are the main important features of Indian tax structure or Indian tax system. ഇനി നമ്മൾ നോക്കുക, ഇതൊക്കെയാണ് ഇന്ത്യൻ ടാക്സ് സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ പ്രധാന സവിശേഷതകൾ നമ്മൾ നോക്കി. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കമ്മിങ്സ് അല്ലെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, നോട്ട് ഓൺലി ദ ഫീച്ചേഴ്സ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, എന്തൊക്കെ പോരായ്മകളാണ്, എന്തൊക്കെ ഡിഫക്റ്റുകളാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിലുള്ളത്. ഷോർട്ട് കമ്മിങ് മീൻസ് അതായത് ഡിഫക്റ്റ് ഓർ ലിമിറ്റേഷൻസ്. എന്തൊക്കെ ഷോർട്ട് കമ്മിങ്സ് ആണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിലുള്ളത്? ഒന്നാമത് ഹൈ റേറ്റ് ആൻഡ് ലോ ഈൽഡ് ഓഫ് ഡയറക്ട് ടാക്സ്. സെക്കൻഡ്, ലോ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻകം ടാക്സ്. തേർഡ്, ഡബിൾ ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ്. ആൻഡ് ഫോർത്ത്, absence of agriculture income tax. Fifth, importance of indirect tax. Next, progressive tax on income. Next, widening the indirect tax net. And last is that regressive nature. ഏകദേശം 8 പോയിന്റുകൾ നമ്മൾ പറയുന്നത്. These are the main problems or difficulties of Indian tax system. First is the high rate and low yield of direct tax. നമ്മൾ നേരത്തെ നമ്മളിവിടെ പറഞ്ഞു, അതായത് ഫീച്ചേഴ്സ് പറഞ്ഞു, ഡോമിനൻസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് കമ്പയർഡ് ടു ദ ഡയറക്ട് ടാക്സ്. ഇതുകൊണ്ട് ഇൻഡയറക്ട് ടാക്സ് ആണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് സ്കോപ്പ് ഉള്ളത്. ഇതുകൊണ്ട് നമ്മൾ പറയാണ് ഹൈ റേറ്റ്, അതായത് ഡയറക്ട് ടാക്സിന്റെ ഒരു വശത്ത് ഹൈ റേറ്റ് ആണ്, തന്മൂലം റേറ്റ് കൂടുതലായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവ്. വൈ ദർ ഇസ് എ റേറ്റ് ലോ ഈൽഡ് ഓഫ് ഡയറക്ട് ടാക്സ്? ഒരു വശത്ത് ഡയറക്ട് ടാക്സ് വളരെ കുറച്ച് മാത്രമേ ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്യുന്നുള്ളൂ, ഇൻഡയറക്ട് ടാക്സിൽ ഡോമിനൻസ് ആണ്. മറുവശത്ത് നോക്കിയപ്പോൾ അത് റേറ്റ്, ഡയറക്ട് ടാക്സിന്റെ റേറ്റ് മറ്റ് ടാക്സിനേക്കാൾ കൂടുതലായിട്ട് ഹിയർ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഇവേഡ് ഓർ എസ്കേപ്പ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് ടാക്സ്. പല ആൾക്കാരും ടാക്സ് കൊടുക്കാതെ അത് രക്ഷപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് അതിൽ നിന്നുള്ള ഈൽഡ്, അതായത് ഡയറക്ട് ടാക്സിന് കിട്ടുന്ന ഇൻകം കുറയാനായിട്ട് ഇടയായത്. ബിക്കോസ് ഓഫ് ദ ഹൈ റേറ്റ്, most the people are try their best to escape or to evade from the payment of direct tax. ഡയറക്ട് ടാക്സിന്റെ പ്രത്യേകത, ഫോർ എക്സാമ്പിൾ പറഞ്ഞു ഇൻകം ടാക്സ്, ഇത് വരുമാനം അനുസരിച്ച് നികുതി കൂടുന്നത് കൊണ്ട് മാത്രമല്ല ഹൈ റേറ്റ് ആയതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എസ്കേപ്പ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഇവേഡിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഈ ഡയറക്ട് ടാക്സിന് കിട്ടുന്ന ഈൽഡ്, ഇൻകം വളരെ കുറവാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിന്റെ ഒരു ഷോർട്ട് കമ്മിങ്. രണ്ടാമത്തെ, ലോ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻകം ടാക്സ്. ഇനി ഇപ്പൊ മനസ്സിലായി ഇൻകം ടാക്സിന്റെ പ്രത്യേകത എന്താ? ഇൻകം ടാക്സ് ഞാൻ പറഞ്ഞു ഡയറക്ട് ടാക്സ് ആണ്, മാത്രമല്ല പ്രോഗ്രസീവ് ആണ്. അപ്പം ഒരു വശത്തെ ഡയറക്ട് ടാക്സിന് കിട്ടുന്ന വരുമാനം കുറവ്, തന്മൂലം ഇൻകം ടാക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. ലോ കോൺട്രിബ്യൂഷൻ ആണ്, ബിക്കോസ് ദ ഡയറക്ട് ടാക്സ് പ്ലസ് പ്രോഗ്രസീവ് ക്യാരക്ടർ. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സിന്റെ റേറ്റ് കൂടുക. ഇതുകൊണ്ട് ഇൻകം ടാക്സിന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസ്, അതായത് വരുമാനം വളരെ കുറവ്, അതായത് വരുമാന നികുതിയിൽ നിന്ന് കിട്ടുന്ന സംഭാവന വളരെ കുറവാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിഫക്റ്റ്. മൂന്നാമത്, ഡബിൾ ടാക്സേഷൻ ഓഫ് ഇൻസിഡന്റ്. എന്താണ് ഈ ഡബിൾ ടാക്സേഷൻ? നോക്കുക, ഡബിൾ ടാക്സേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് കോർപ്പറേഷൻ ടാക്സ്. അതായത് നികുതി, രണ്ട് നികുതി. കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനീസ്.
അതായത് ടാക്സ് ഓൺ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ ടാക്സിന് ഡബിൾ ടാക്സ് എന്ന് പറയാനുള്ള കാരണം? ഒരു വശത്ത് ഇൻകം ടാക്സ് എന്ന നിലയിൽ ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഒരാൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പൊ ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്നത് എങ്ങനെയാ? എൻ്റെ ഇൻകത്തിനനുസരിച്ച് ഞാൻ എന്ത് കൊടുക്കുന്നു? ടാക്സ് കൊടുക്കുന്നു. എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു, ഞാനൊരു കമ്പനിയുടെ ഉടമസ്ഥനാണെങ്കിൽ കമ്പനിയുടെ ലാഭത്തിന്മേൽ എന്ത് ഈടാക്കുന്നു? ടാക്സ് ഈടാക്കുന്നു. കമ്പനിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ എന്താ ഈ സംഭവം? എൻ്റെ വരുമാനത്തിൽ കിട്ടുന്നത് കണ്ടോ. എൻ്റെ വരുമാനത്തിന്റെ ഉയർച്ചയാണ് കമ്പനിയുടെ ലാഭം. അപ്പം കമ്പനിയുടെ ലാഭത്തിന്മേൽ നികുതി കൊടുക്കുന്നു, പ്ലസ് എൻ്റെ വരുമാനത്തിൽ ഞാൻ നികുതി കൊടുക്കുന്നു. സോ ഹിയർ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഡബിൾ ടാക്സേഷൻ. അതുകൊണ്ടാണ് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ ടാക്സേഷൻ ഉള്ള പോസിബിലിറ്റി. കാരണം കോർപ്പറേഷൻ ടാക്സിൽ വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വരുമാനത്തിനനുസരിച്ച് ടാക്സ് കൊടുക്കുന്നു. രണ്ടാമത് കമ്പനിയുടെ ലാഭത്തിന്മേൽ ഞാൻ നികുതി അടയ്ക്കുന്നു. കമ്പനിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വരുമാനം. അങ്ങനെ രണ്ട് നികുതിക്ക് ചാൻസ് ഉള്ളത് കൊണ്ട് ദിസ് മേ അഡ്വേഴ്സ്ലി എഫക്ട് സേവിങ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് സമ്പാദ്യത്തിനെയും മൂലധന രൂപീകരണത്തിനെയും ഇത് ദോഷമായിട്ട് ഭവിക്കുന്നു. ബിക്കോസ് ഓഫ് ദ ഡബിൾ ടാക്സേഷൻ ദിസ് മേ അഡ്വേഴ്സ്ലി എഫക്ട് സേവിങ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് രണ്ട് നികുതി ഒന്നിൽ തന്നെ കളക്ട് ചെയ്യാണ്. വരുമാന നികുതി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വരുമാനത്തിന്മേൽ നികുതി ഈടാക്കുന്നു, മാത്രമല്ല കമ്പനിയുടെ ലാഭത്തിന്മേൽ നികുതി ഈടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ എൻ്റെ വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് കമ്പനിയുടെ ലാഭം. അതിന്മേൽ ഞാൻ എന്ത് കൊടുക്കുന്നു? ടാക്സ് കൊടുക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഡബിൾ ടാക്സേഷൻ ദിസ് മേ അഡ്വേഴ്സ്ലി എഫക്ട് സേവിങ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഡിവിഡൻഡ്. അതായത് ലാഭത്തിന്മേൽ ഈടാക്കുന്നത് കൊണ്ട് സേവിങ്ങും ക്യാപിറ്റൽ ഫോർമേഷൻ ദോഷകരമായിട്ട് വരുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്. നമ്മുടെ ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് നടപ്പാക്കുക. ഇന്ത്യയിലെ ഇതാണ് ഹിയർ ദെയർ ഈസ് എ ആബ്സെൻസ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്. അപ്പൊ നമുക്കറിയാം അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് നോട്ട് ടാക്സ് ഓൺ അഗ്രികൾച്ചർ. സോ ദിസ് മേ അഡ്വേഴ്സ്ലി എഫക്ട് here there is a formation of revenue in our economy or creation of income in our economy, because in India most of the people are dependent upon agriculture. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വരുമാനം കിട്ടുന്നു. കാർഷിക മേഖല അതായത് ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് ദിസ് മേ അതായത് നോട്ട് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. സോ ഹിയർ ദർ ഇസ് എ അഡ്വേഴ്സ്ലി എഫക്ട് that is sufficient revenue to the government. അപ്പോൾ സർക്കാരിനെ വേണ്ടത്ര രീതിയിൽ വരുമാനം സ്വരൂപിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? ആബ്സെൻസ് ഓഫ് അഗ്രികൾച്ചറൽ. നോ ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻകം അഡ്വേഴ്സ്ലി എഫക്ട് ദ ക്രിയേഷൻ ഓഫ് റവന്യൂ ടു ദ ഗവൺമെന്റ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്. ഇനി നമ്മളിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡയറക്ട് ടാക്സിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡയറക്ട് ടാക്സിന്റെ പ്രത്യേകത എന്താ? കമോഡിറ്റി ടാക്സ് ടാക്സേഷൻ. ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് ആരെയാണ്? അതായത് പാവപ്പെട്ടവരെ. അതുകൊണ്ട് that is importance of the indirect tax adversely affect the poor people in our economy. കാരണം ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ കമോഡിറ്റി ടാക്സ് ആണ്. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നികുതി ഈടാക്കുക. ഇങ്ങനെ വരുമ്പോൾ പാവപ്പെട്ടവരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇൻകം ടാക്സ് ഡയറക്ട് ടാക്സ് ആണ്, അത് ഇൻകം ഉള്ളവരെ ബാധിക്കുന്നു. ഇത് പാവപ്പെട്ടവരെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിൽ കാണുന്നത് ഇൻഡയറക്ട് ടാക്സ്. ഇതും ഇന്ത്യയുടെ മറ്റൊരു പോരായ്മ, ടാക്സിന്റെ പോരായ്മയാണ്. നെക്സ്റ്റ് ഈസ് ദാറ്റ് പ്രോഗ്രസീവ് ഇൻ ടാക്സസ് ഓൺ ഇൻകം. ഇൻകം ടാക്സിന്റെ പ്രത്യേകതയാണ് പ്രോഗ്രസീവ്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് ഇൻകം ഇൻക്രീസസ് ടാക്സ് റേറ്റ് ഓൾസോ ഇൻക്രീസസ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ആര് കൂടുന്നു? ടാക്സിന്റെ റേറ്റ് കൂടുന്നു. തന്മൂലം വരുമാനത്തിനനുസരിച്ച് ടാക്സ് കൂടുന്നതുകൊണ്ട് ഹിയർ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഇവേഷൻ ഓർ എസ്കേപ്പ്. ജനങ്ങൾക്ക് അതിൽ നിന്ന് ഇവേഡ് ചെയ്യാനായിട്ട്, അതായത് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നു. ടാക്സ് എങ്ങനെയാണ്? വരുമാനത്തിനനുസരിച്ച് ആയതുകൊണ്ട് ഹിയർ ദർ ഇസ് എ എസ്കേപ്പിസം ഓർ പോസിബിലിറ്റി ഓഫ് ഇവേഡ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് ടാക്സ്. ഭൂരിഭാഗം ജനങ്ങൾ വരുമാനം കുറച്ച് കാണിക്കുകയാണ്. കാരണം വരുമാനം ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബ്ലാക്ക് മണി. ഇങ്ങനെ വരുമാനം ടാക്സ് കൊടുക്കാതിരിക്കാൻ വരുമാനം കുറച്ച് കാണിക്കാൻ കള്ളപ്പണം ഉണ്ടാക്കുക, അങ്ങനെ ടാക്സിൽ നിന്ന് രക്ഷപ്പെടുക. ഇതാണ് മറ്റൊന്ന് പ്രോഗ്രസീവ് ടാക്സ്. നെക്സ്റ്റ് ഈസ് ദാറ്റ് വൈഡനിങ് ദ ഇൻഡയറക്ട് ടാക്സ് നെറ്റ്. അതായത് ഇൻഡയറക്ട് ടാക്സിന്റെ അതായത് വൈഡൻ ചെയ്യുക. പലപ്പോഴും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ടെങ്കിലും ഇൻഡയറക്ട് ടാക്സിന്റെ നെറ്റ് അതായത് ഈ എന്താണ് നാരോ ബേസ് ആണ് നമ്മൾ കണ്ടു. ഇതാണ് കാണുന്ന മറ്റൊരു. ഇത് വൈഡൻ ചെയ്യാതെ ഇതിന്റെ
narrow base of the indirect tax and direct tax. That is another important problem. And last is that regressive nature. ഇത് റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സിന്റെ പ്രധാന സവിശേഷതയാണ് റിഗ്രസീവ്. റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ആസ് ഇൻകം ഇൻക്രീസസ് ടാക്സ് റേറ്റ് ഡിക്രീസസ്. വരുമാനം കൂടുമ്പോൾ ടാക്സിന്റെ റേറ്റ് കുറഞ്ഞു വരിക. ഇങ്ങനെ വരുമ്പോൾ ഇത് സാധാരണയായിട്ട് ബാധിക്കുന്ന ആരെയാണ്? പാവപ്പെട്ടവരെ. ഇൻഡയറക്ട് ടാക്സിന്റെ പ്രത്യേകതയാണ് റിഗ്രസീവ്. സോ മെയിൻലി എഫക്റ്റഡ് ദ പൂവറർ സെക്ഷൻ ഓഫ് ദ ഇക്കോണമി. അതായത് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സിന്റെ റേറ്റ് കൂടുക. റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ ടാക്സിന്റെ റേറ്റ് കുറഞ്ഞു വരിക. ഇതുകൊണ്ട് ദിസ് ടാക്സേഷൻ, ഇൻഡയറക്ട് ടാക്സേഷൻ റിഗ്രസീവ് നേച്ചർ ആയതുകൊണ്ട് മെയിൻലി എഫക്ട് ദ പൂവറർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. These are the main drawbacks or shortcomings of Indian tax system. That is high rate and low yield of direct tax, low contribution of income tax, double taxation of dividend, absence of agricultural income tax, importance of indirect tax, progressive tax on income, widening the indirect tax net, and last is that regressive nature. These are the important defects or shortcomings of Indian tax system. അപ്പം എസ് ആയിട്ട് വന്നതാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ആൻഡ് ദാറ്റ് ഷോർട്ട്കമിങ്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. അപ്പം ഈ വശത്ത് നമ്മൾ വാട്ട് ആർ ദ മെറിറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം കൊടുത്തു. ഇവിടെ വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ഇന്ത്യൻ ടാക്സ് സ്ട്രക്ചർ എന്ന് കൊടുത്തു.